വലിയ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജൊനാഥൻ ആൻഡി ഗോൾഡ്മാൻ എന്നിവരുടെ ചക്ര ഫ്രീക്വൻസികൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശബ്ദം, നമ്മുടെ ബോധം, രോഗശാന്തി എന്നിവ തമ്മിലുള്ള ഒരു അത്ഭുതകരമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ഇപ്പോ തന്ത്ര എന്ന വാക്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തുള്ള പലരുടെയും മനസ്സിലേക്ക് ഒരു പ്രത്യേക കാര്യമാവും വരുന്നത്, അല്ലേ? ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, തന്ത്ര എന്ന വാക്കിനു വേണ്ടിയുള്ള ഇന്റർനെറ്റ് സെർച്ചുകളിൽ 90% ലൈംഗികതയുമായി ബന്ധപ്പെട്ടതാണെന്ന്. പക്ഷേ പുസ്തകത്തിന്റെ രചയിതാക്കൾ പറയുന്നത് ഇത് വളരെ പുരാതനമായ ഒരു ആശയത്തെക്കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു മിഥ്യാധാരണ അങ്ങ് പൊളിക്കാം, അല്ലേ? അപ്പോ തന്ത്രയുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. തത്വ, അതായത് പ്രപഞ്ചതത്വങ്ങൾ, മന്ത്ര, അതായത് നിഗൂഢമായ ശബ്ദം എന്നീ 2 സംസ്കൃത വാക്കുകളിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ജീവിതത്തിന്റെ വല എയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കണക്ഷൻ. അപ്പോൾ ശരി, എല്ലാം ഒരു വലിയ വല പോലെ കണക്റ്റഡ് ആണെങ്കിൽ എന്താണ് ഈ കണക്ഷന്റെ മീഡിയം? എന്താണ് എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഈ പുസ്തകം പറയുന്ന ഉത്തരം ഇതാണ്: ശബ്ദം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തെ ഒട്ടുമിക്ക പുരാതന പാരമ്പര്യങ്ങളും, അത് ഹൈന്ദവ വേദങ്ങളാവട്ടെ ബൈബിളാവട്ടെ, എല്ലാം ഒരേ കാര്യം പറയുന്നു. പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിശക്തിയായി അവർ കാണുന്നത് ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ വചനത്തെ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നല്ലേ? റെസനൻസ് എന്ന് പറയുന്ന ഒരു ഫിസിക്സ് പ്രിൻസിപ്പിൾ വഴിയാണ്. കേട്ടിട്ടുണ്ടാവില്ലേ? സംഭവം സിമ്പിളാണ്. ഒരു വൈൻ ഗ്ലാസ് മുതൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനു വരെ അതിൻ്റേതായ ഒരു നാച്ചുറൽ ഹെൽത്തി ഫ്രീക്വൻസിയുണ്ട്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് 2 ട്യൂണിംഗ് ഫോർക്കുകൾ. നിങ്ങൾ ഒരെണ്ണത്തിൽ തട്ടുന്നു, അതിന്റെ വൈബ്രേഷൻസ് കാറ്റിലൂടെ പോയി തൊടുക പോലും ചെയ്യാതെ അടുത്ത ട്യൂണിംഗ് ഫോർക്കിനെയും വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. കണ്ടിട്ടില്ലേ? അതുതന്നെയാണ് ഈ റെസൊണൻസ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് വെറുമൊരു ആത്മീയ സങ്കല്പമൊന്നുമല്ല. ഈ പുസ്തകം സൂപ്പർ സ്ട്രിംഗ് തിയറിയെക്കുറിച്ച് പറയുന്ന ഡോക്ടർ മിഷിയോ കാക്കുവിനെ പോലുള്ള വലിയ ഫിസിസിസ്റ്റുകളെയും ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? ഏറ്റവും അടിസ്ഥാന തലത്തിൽ എല്ലാം സംഗീതമാണ് എന്ന്. ഇപ്പോൾ ഈ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൈമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണിത്. ശബ്ദം വെറുതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയല്ല, അതിന് രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നത് തെളിയിക്കുന്നു. ഒരു പ്ലേറ്റിലിട്ട വെറും പൊടി ശബ്ദം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, എന്ത് മനോഹരമായ പാറ്റേണുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമ്മളിലേക്ക് വ്യക്തിപരമായി എങ്ങനെ എത്തുന്നു എന്ന് നോക്കാം. ഈ പ്രപഞ്ചം വൈബ്രേഷനുകളുടെ ഒരു വലിയ സിംഫണിയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അതിൻ്റേതോടെ ഒരു ഓർക്കസ്ട്രയാണ്. പുസ്തകത്തിൽ പറയുന്നത്, നമ്മളീ കാണുന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ, അതൊരു വലിയ എനർജി സിസ്റ്റത്തിന്റെ ഏറ്റവും കട്ടിയുള്ളൊരു ഭാഗം മാത്രമാണെന്നാണ്. ഇതിനെ നമ്മൾ ഓറയെന്നോ സൂക്ഷ്മ ശരീരങ്ങളെന്നോ ഒക്കെ വിളിക്കാറുണ്ട്. ഈ ഓരോ പാളികളും പല പല ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവശക്തി, നമ്മുടെ ഇമോഷൻസ്, ചിന്തകൾ, ഇതെല്ലാം ഇരിക്കുന്നത് ഈ പാളികളിലാണ്. അപ്പോൾ ഈ എനർജി ലെയറുകളും നമ്മുടെ ഫിസിക്കൽ ബോഡിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന പോയിന്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ചക്രമെന്നാൽ വീൽ അഥവാ ചക്രം എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങളാണുള്ളത്. നട്ടെല്ലിന്റെ താഴെത്തട്ട് മുതൽ തലയുടെ മുകൾ ഭാഗം വരെ നമ്മുടെ ശരീരമെന്ന ഓർക്കസ്ട്രയിലെ ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനെ കാണാം. മൂലാധാരം നമ്മുടെ അടിസ്ഥാനത്തെയും സുരക്ഷിതത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. സ്വാധിഷ്ഠാനം നമ്മുടെ സർഗാത്മകതയും വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരകം നമ്മുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുടെയും കേന്ദ്രമാണ്. ഹൃദയഭാഗത്തുള്ള അനാഹതം സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഉറവിടമാണ്. തൊണ്ടയിലുള്ള വിശുദ്ധി ആശയവിനിമയത്തെ നിയന്ത്രിക്കുന്നു. പുരികങ്ങൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രം നമ്മുടെ ഉൾക്കാഴ്ചയുടെയും ഭാവനയുടെയും കേന്ദ്രമാണ്. ഒടുവിൽ തലയുടെ മുകളിലുള്ള സഹസ്രാരം നമ്മെ പ്രപഞ്ചബോധവുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈയൊരു ഓർക്കസ്ട്രയുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്? ഇവിടെയാണ് പുസ്തകത്തിന്റെ രചയിതാവായ ജോനാഥൻ ഗോൾഡ്മാൻ ഒരു സംശയം ഉന്നയിക്കുന്നത്. പലതരം സൗണ്ട് ഹീലിംഗ് സിസ്റ്റങ്ങളുണ്ട്, അല്ലേ? ഓരോന്നും പലതരം നോട്ടുകളും മന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവയെല്ലാം എങ്ങനെയാണ് ഒരുപോലെ വർക്ക് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ തന്നെ ഘാതലായൊരു ഫോർമുലയിലേക്കെത്തുന്നത്, ഒരു വലിയ തിരിച്ചറിവിലേക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കേവലം ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി മാത്രമല്ല കാര്യം. അതിനുമൊപ്പുറം ആ ശബ്ദത്തിന് പിന്നിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബോധം, നമ്മുടെ ഇന്റൻഷൻ, അതാണ് യഥാർത്ഥത്തിൽ റിസൾട്ട് ഉണ്ടാക്കുന്നത്. സൗണ്ട് ഹീലിംഗ് രംഗത്തെ മറ്റൊരു പ്രധാനിയായ സ്റ്റീവൻ ഹാൽപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
ശബ്ദം ഒരു വാഹനം മാത്രമാണ്, നമ്മുടെ ഉദ്ദേശമാണ് ആ വാഹനത്തിൽ പോകുന്ന സന്ദേശമെന്ന്. വളരെ ശരിയല്ലേ? ഓക്കെ, ഈ ആശയം അടിവരയിട്ടുറപ്പിക്കുന്ന പുസ്തകത്തിൽ പറയുന്ന ഭയങ്കര രസമുള്ളൊരു പരീക്ഷണമുണ്ട്. നമുക്കതിലേക്കൊന്ന് പോകാം. ഇതിന്റെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. കേൾക്കാനാണെങ്കിൽ 2 റെക്കോർഡിംഗും ഒരുപോലെയിരിക്കും, കടലിന്റെ അതേ ശബ്ദം. പക്ഷേ സ്നേഹം നിറച്ച റെക്കോർഡിംഗ് കേട്ടവർ കൂടുതൽ ശക്തരായി, എന്നാൽ കോപം നിറച്ച അതേ ശബ്ദം കേട്ടപ്പോൾ അവർ ദുർബലരായി. ആ ശബ്ദതരംഗങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച ആ നിശബ്ദമായ ഉദ്ദേശം അത് കേട്ടവരുടെ ശരീരത്തിൽ കൃത്യമായ മാറ്റങ്ങളുണ്ടാക്കി. ഇതെല്ലാമാണ് നമ്മളെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്കവേയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഈ ശബ്ദത്തിന്റെ തന്ത്രം? അത് നമ്മുടെ ഉള്ളിലെ ഈ വൈബ്രേഷൻ ഓർക്കസ്ട്രയിൽ നമ്മൾ ബോധപൂർവം ഒരു പങ്കാളിയാവുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഹാർമണി ഉണ്ടാക്കാൻ നമ്മൾ സംസാരിച്ച ആ വലിയ പ്രപഞ്ചമാകുന്ന വലയുമായി ഒന്നിച്ചു ചേരാൻ നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്നതിനെപ്പറ്റി, അതിലുപരി നമ്മുടെ ഉദ്ദേശ്യം ഉപയോഗിക്കുന്നതിനെപ്പറ്റി. അപ്പോൾ അവസാനം പുസ്തകം പറയുന്നത് ഇതാണ്: ഏതുപകരണത്തെയും ട്യൂൺ ചെയ്യാൻ പറ്റുന്ന, ഏതു പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആ ഉദ്ദേശം, ആ മാസ്റ്റർ ഫ്രീക്വൻസി, അത് സ്നേഹമാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാനൊരു കാര്യം. നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ ഉദ്ദേശ്യം കൊണ്ട് ശബ്ദത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും?